അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നാം പറയാൻ പോകുന്നത് പരിശുദ്ധ ഖുർആനിലെ അധ്യായങ്ങളുടെ അർത്ഥവും ആശയവുമാണല്ലോ. അതുകൊണ്ട് തന്നെ അവ എത്രത്തോളം നമ്മെ ജീവിതത്തിൽ വഴി കാണിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് എൻ്റെ വീഡിയോയുടെ വിജയവും പരാജയവും തീരുമാനിക്കുന്നത്. സാധാരണ മറ്റുള്ള ചാനലുകളുടെ വീഡിയോകൾ എന്ന് പറയുമ്പോൾ അതിൽ യൂട്യൂബിലത്തെ വരുമാനം എത്രത്തോളം കിട്ടുന്നു എന്ന് ആശ്രയിച്ചാണ് അവർ മുന്നോട്ട് പോകുന്നത്. എങ്കിലും എൻ്റെ വീഡിയോനെ പറ്റി എനിക്ക് പറയാനുള്ളത്, ഇതിൻ്റെ ആശയങ്ങളും അർത്ഥങ്ങളും മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ പ്രതിഫലത്തിനായി എത്ര പേര് ശ്രമിക്കുന്നു എന്നതിനനുസരിച്ചാണ് എൻ്റെ ഈ പ്രവർത്തനം വിജയമാണോ പരാജയമാണോ എന്ന് തീരുമാനിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഈ അധ്യായത്തിൽ, ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് സൂറത്തുൽ ബലദ്, അതായത് ഖുർആനിലെ 99-ാം അധ്യായം. സോറി കേട്ടോ, 90-ാം അധ്യായം. ഞാൻ കണ്ണട വെച്ചിട്ടില്ലായിരുന്നു. ഇത് 90-ാം അധ്യായമാണ്. അപ്പം ഈ സൂറത്ത് മക്കയിലാണ് അവതരിച്ചത്. ഇതിൽ 20 വചനങ്ങളാണുള്ളത്. നമുക്ക് നേരെ ഖുർആനിലേക്ക് പോകാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്. ലാ ഉഖ്സിമു, ഞാൻ സത്യം ചെയ്യുന്നു, ബിഹാദൽ ബലദ്, ഈ രാജ്യത്തെ കൊണ്ട്, ഈ നാടിനെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു എന്നാണ് ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വ അൻത ഹില്ലും ബിഹാദൽ ബലദ്. വ അൻത ഹില്ലുൻ, നിശ്ചയം താങ്കൾ അനുവദിക്കപ്പെട്ടവനാണ്, ബിഹാദൽ ബലദ്, ഈ നാട് കൊണ്ട് താങ്കൾക്ക് അനുവദനീയമാണ്, ഈ രാജ്യത്ത് താങ്കൾക്ക് അനുവദനീയമാകുന്നു. ഈ പരിശുദ്ധ കഅബ സ്ഥിതി ചെയ്യുന്ന നബി തിരുമേനിയുടെ ജനനം കൊണ്ടൊക്കെ അനുഗ്രഹീതമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന മക്ക പ്രദേശത്തെ തന്നെയാണ് അല്ലാഹു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മുഫസ്സിരിങ്ങൾ പറയുന്നു. കഅബ മന്ദിരത്തിന് ചുറ്റും വ്യാപിച്ചു കിടക്കുന്ന പ്രദേശത്തിന് ഹറം എന്നാണ് പറയുക. അവിടെ വെച്ച് മൃഗങ്ങളെ വേട്ടയാടാനോ യുദ്ധം ചെയ്യാനോ മറ്റോ പാടുള്ളതല്ല. എന്നാൽ നബി തിരുമേനിക്ക് ഹറമിൽ വെച്ച് യുദ്ധം ചെയ്യാൻ അനുവദിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് 2-ാം സൂക്തത്തിൻ്റെ ആശയമെന്ന് ചില മുഫസ്സിരിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മക്കാ വിജയ ദിവസത്തിൽ ഹറമിൽ വെച്ച് നബി തിരുമേനിയുടെ അനുയായികളും മുശ്രിക്കുകളൊക്കെ നേരിയ തോതിൽ ഏറ്റുമുട്ടലൊക്കെ ഉണ്ടായ ചരിത്രം പറഞ്ഞുകൊണ്ടാണ് അവരെന്നെ അങ്ങനെ വിവരിക്കുന്നത്. വാലിദിൻ വമാ വലദ്, പിതാവിനെ കൊണ്ടും പുത്രനെ കൊണ്ടും ഞാൻ സത്യം ചെയ്യുന്നു. അപ്പോൾ വാലിദിൻ, വാലിദ് എന്ന് പറഞ്ഞാൽ ഒരു ആളെ ജനിപ്പിച്ചവൻ. വമാ വലത്, അല്ല, വലത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനിച്ചവൻ, ജനിച്ചവനെ കൊണ്ടും ജനിപ്പിച്ചവനെ കൊണ്ടും ഞാൻ സത്യം ചെയ്ത് പറയുന്നു. അപ്പോൾ ഇത് നമ്മൾ പറയാറില്ലേ, പിതാവിനെ കൊണ്ടും പുത്രനെ കൊണ്ടും എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അധികം ആളും നേരെ വളച്ചു കൊണ്ടുപോവുക
ഈ എന്താ പറയുക, ക്രിസ്ത്യാനികളെ വിശ്വാസം ഉണ്ടല്ലോ, അള്ളാഹു പിതാവാണെന്നും യേശു ക്രിസ്തു പിന്നെ അവർ വിശ്വസിക്കുന്ന ഈസാ നബി അള്ളാഹുവിൻ്റെ മകനാണ്. ഇതല്ല കേട്ടോ, ആ ഒരർത്ഥത്തിലല്ല പറഞ്ഞത്. പിതാവിനെ കൊണ്ടും അയാളുടെ പുത്രനെ കൊണ്ടും ഞാൻ സത്യം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അള്ളാഹുവാണ് ഉദ്ദേശമെങ്കിൽ എന്നെ തന്നെയാണ് സത്യം എന്നല്ലേ പറയുക. ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് അതും പറഞ്ഞിട്ടുണ്ട്. വല്ലാഹി നമ്മളും പറയാറുണ്ട്, വല്ലാഹി അള്ളാഹുവിനെ തന്നെ സത്യം. പക്ഷേ ഇവിടെ ആ ഉദ്ദേശത്തിലല്ല പിതാവിനെ കൊണ്ടും പുത്രനെ കൊണ്ടും സത്യം ചെയ്യുന്നു എന്ന് പറയുന്നത്. എന്താ സത്യത്തിൻ്റെ വിഷയം എന്നാ? ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്. ലഖദ് ഖലഖനൽ ഇൻസാന, നിശ്ചയം മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നു, ഫീ കബദ്, വിഷമങ്ങളിലായിക്കൊണ്ട്. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്, തീർച്ചയായും മനുഷ്യനെ വിഷമങ്ങളിലായിക്കൊണ്ട് നാം സൃഷ്ടിച്ചിരിക്കുന്നു. ഈ 4 ആയത്തോടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. കാരണം പരമാവധി ആകെ 3-4 ആയത്തുകൾ മാത്രം തരുന്നത് എന്താണെന്ന് വെച്ചാൽ അധികം നെറ്റ് തീർന്നെന്ന് പറഞ്ഞിട്ട് പരാതി പറഞ്ഞ് പിന്തിരിഞ്ഞ് പോകാതിരിക്കാനാണ്. അള്ളാഹു നമ്മെ നേർവഴിക്ക് നടത്തുമാറാകട്ടെ. വാഹിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ എല്ലാവരോടും മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഉസ്താദുമാരായാലും വിദേശത്തുള്ളവരായാലും അതുപോലെ നാട്ടിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർ വല്ലവരുമുണ്ടെങ്കിൽ നമ്മുടെ പുതിയൊരു പ്രൊജക്റ്റ് ഉണ്ട്. സാൽപാക്ക് ട്രേഡ് ലിങ്ക് എന്ന പേരിൽ ഓർഗാനിക് ചായപ്പൊടി വിൽപ്പന, അതിൻ്റെ മാർക്കറ്റിംഗ് ആണ് ഞങ്ങൾ ടീം വർക്കായി ചെയ്യുന്നത്. 1000 രൂപ വീതം മിനിമം മുതൽ മുടക്കുന്നവർക്ക് അതിൽ പങ്കാളികളാകാം. അതിനൊരുപാട് ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പദ്ധതിയാണ്. മാസം എന്തായാലും ഒരു സുരക്ഷിതമായ ഒരു വരുമാനം ഉറപ്പുവരുത്താൻ കഴിയുന്നതാണ്. എല്ലാവർക്കും സഹകരിക്കാം. തികച്ചും ഹലാലായ രീതിയിൽ തന്നെ മതവിശ്വാസവും ബിസിനസ്സിൻ്റെ സത്യസന്ധതയും ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്ന സംരംഭമാണ്. ആരുടെയും മുടക്ക് മുതലോ മറ്റൊന്നും അന്യായമായിട്ട് നഷ്ടപ്പെട്ടു പോവില്ല എന്ന് മാത്രമല്ല, എല്ലാത്തിനും ഉത്തരവാദിത്വവും ഗ്യാരണ്ടി ഉള്ളതോടൊപ്പം തന്നെ എല്ലാവർക്കും ശുദ്ധമായ ചായ കുടിക്കാനും അവസരം കിട്ടും. കാരണം നമുക്കറിയാം, ചായപ്പൊടി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാഭകരമായിട്ടുള്ളൊരു ബിസിനസ്സാണ്. പലരും ഏറ്റെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓർഗാനിക് ചായപ്പൊടി എന്ന് പറയുമ്പോൾ കെമിക്കലും മായമൊന്നും ചേരാത്ത ഒരു ചായപ്പൊടിയുമായിട്ട് ബന്ധപ്പെട്ട സംരംഭമാണ്. സ്ക്രീനിലെ നമ്പറിൽ ബന്ധപ്പെട്ട് എല്ലാവർക്കും അതുമായി കോർഡിനേറ്റ് ചെയ്യാവുന്നതാണ്.